1 മണിക്കൂർ 26 മിനിറ്റ് നീണ്ട ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ ബജറ്റ് പ്രഖ്യാപന പ്രസംഗം എല്ലാം കഴിഞ്ഞപ്പോൾ ഉയർന്ന ചോദ്യം ഇതാണ്: കേരളത്തിന് എന്തുണ്ട് എന്ന്. ആമമുട്ടയെന്ന് തന്നെ പറയാം. ആകെ കടലാമ നിരീക്ഷണ കേന്ദ്രവും മൈനിങ് കോറിഡോറും മാത്രമാണ് കേരളത്തിന്. ജനപ്രിയ പ്രഖ്യാപനങ്ങളൊന്നുമില്ലാത്ത ബജറ്റിൽ വലിയ പ്രതിഷേധങ്ങളും എതിർപ്പും ഉയരുന്നുണ്ട്. കേരളത്തോട് കടുത്ത അവഗണന എന്ത് എന്ന ചോദ്യത്തിന് നേരത്തെ തന്നതൊക്കെ നിങ്ങൾ എന്ത് ചെയ്തെന്ന് BJP അധ്യക്ഷൻ ഇന്ന് മറുചോദ്യം ചോദിച്ചതും നമ്മൾ കേട്ടതാണ്. അതെന്തായാലും കൊള്ളാം. കേരളത്തെ തേച്ച ഇന്നത്തെ ബജറ്റ് അവതരണത്തെ നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം. അപ്പം ഇന്നത്തെ ബജറ്റ് അവതരണത്തിന് മുൻപ് കേരളം വളരെയേറെ പ്രതീക്ഷകൾ വെച്ച് പുലർത്തിയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലഭിക്കും എന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ജനപ്രിയ പദ്ധതികൾ ഉണ്ടാകുമെന്ന് കരുതിയിരുന്നു നമ്മൾ. കേരളത്തിന്റെ വളരെ കാലമായിട്ടുള്ള ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അതെല്ലാം ഈ പദ്ധതികളായി വരും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് എയിംസ് പദ്ധതി. എയിംസ് വരും, എയിംസ് എവിടെയായിരിക്കും എന്നതടക്കമുള്ള ചർച്ചകളുണ്ടായിരുന്നു. എയിംസ് വരും എന്ന് നമ്മൾ വിചാരിച്ചു. മറ്റൊന്ന് വിഴിഞ്ഞം വരും എന്ന് വിചാരിച്ചു. വിഴിഞ്ഞം പദ്ധതിക്കുള്ള സഹായം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. അതിവേഗ റെയിൽ പാത ഉണ്ടാകും. കഴിഞ്ഞ ദിവസമാണ് ശ്രീധരൻ അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചത്. അപ്പോൾ അതിവേഗ റെയിൽ പാത ഉണ്ടാകുമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് കേരളത്തിന് വേണ്ടി ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. പിന്നെ നികുതി വിഹിതത്തിലെ 50% എന്നുള്ള നമ്മുടെ ആവശ്യം അതും നിലനിൽക്കും എന്ന് വിചാരിച്ചു. എന്നാൽ ഈ ആവശ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആകെ കേരളത്തിന് തന്നത് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് എന്നുള്ളതാണ്. അതെന്താണെന്ന് വെച്ചാൽ ഇന്ന് നിർമ്മലാ സീതാരാമൻ പറഞ്ഞ രണ്ട് തവണയാണ് കേരളം എന്നുള്ള വാക്ക് നിർമ്മലാ സീതാരാമൻ ഉപയോഗിച്ചത്. ആ 2 എണ്ണം എന്ന് പറയുന്നത് ധാതു ഖനന ഇടനാഴി, മറ്റൊന്ന് കടലാമകളുടെ പ്രജനനവും സംരക്ഷണവും ഉറപ്പുവരുത്താനുള്ള നിരീക്ഷണ കേന്ദ്രം. ഇത് രണ്ടും മാത്രമാണ് കേരളത്തിനായിട്ട് തന്നത്. പ്രതീക്ഷകൾ വാനോളമായിരുന്നു, പക്ഷേ ലഭിച്ചത് ഇത് രണ്ടും മാത്രമാണ് എന്നുള്ളതാണ്. ഇത് മാത്രം മതിയോ നമുക്ക് എന്നുള്ളതാണ് ചോദ്യമായി ഇവിടെ ഉയരുന്നത്. ഇനി നമുക്ക് കുറച്ചും കൂടി വിഷമം വരുന്ന മറ്റൊരു കാര്യം എന്നുള്ളത്, നമുക്ക് അതിവേഗ പാതയില്ല. കഴിഞ്ഞ ദിവസം അതിവേഗ പാതയെക്കുറിച്ചൊക്കെ വലിയ തരത്തിലുള്ള ചർച്ചകളാണ് നമ്മുടെ നാട്ടിൽ നടന്നത്. അതിന് ബദലായി സംസ്ഥാനം മറ്റൊരു പാത കൊണ്ടുവരുമോ എന്നുള്ളതൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് അതിവേഗ പാതയില്ലെങ്കിലും നമുക്കില്ലാത്തത് അയൽപക്കത്ത് കിട്ടുന്നു എന്നറിയുമ്പോൾ നമുക്ക് വലിയ വേദനയാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. നമുക്കില്ലേൽ എന്താ എന്ന് അങ്ങോട്ട് നോക്കി പറയാം എന്നുള്ളതാണ്. നമുക്ക് വരുമെന്ന് ശ്രീധരൻ പറഞ്ഞ അതിവേഗ റെയിൽ പാത എവിടെയൊക്കെയാണ് വരാൻ പോകുന്നത് എന്ന് നോക്കാം. അതായത് മുംബൈ പൂനെ ഹൈദരാബാദ് ബംഗളൂരു, ഹൈദരാബാദ് ചെന്നൈ ബംഗളൂരു, ദില്ലി വാരണാസി സിലിഗുരി, ഇങ്ങനെയാണ് അതിവേഗ റെയിൽ പാത വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും വരുന്നവർ സന്തോഷിക്കട്ടെ അല്ലേ. നമുക്കത് നോക്കിയിരിക്കാൻ മാത്രമേ ഈ ഒരു സമയത്ത് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കേരളത്തിന് ഒന്നുമില്ല, പാടെ അവഗണനയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇനി നമുക്ക് വേണമെങ്കിൽ ചില കാര്യങ്ങളൊക്കെ വെച്ച് ആശ്വസിക്കാം എന്നുള്ളതാണ്. അതായത് എല്ലാ ജില്ലകളിലും വനിതാ ഹോസ്റ്റലുകൾ ഉണ്ടാകും എന്നുള്ളതാണ് ഇന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഗ്രാമീണ സ്ത്രീ ശാക്തീകരണത്തിനായി ഷീ മാർട്ടുകൾ ഉണ്ടാകും. അതുപോലെ തേങ്ങ കർഷകർക്ക് പ്രോത്സാഹനമുണ്ട്, കശുവണ്ടി കർഷകർക്ക് പ്രോത്സാഹനമുണ്ട്, കശുവണ്ടി മേഖലയ്ക്ക് പ്രോത്സാഹനമുണ്ട്. മറ്റൊന്ന് ഖാദി വ്യവസായത്തിന് പ്രോത്സാഹനമുണ്ട്. ഇത് കേരളത്തിന് മാത്രമായിട്ടൊന്നും പറഞ്ഞതല്ല, ഇതാകമൊത്തം രാജ്യത്തിന് വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ഇതൊക്കെ കേരളത്തിനെ ബാധിക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് അത്തരം പ്രോത്സാഹനമൊക്കെ കേരളത്തിലെ ആ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വലിയ തരത്തിൽ ആശ്വാസകരമാണ്. നമുക്കത് മാത്രം വെച്ച് ആശ്വസിക്കാം എന്നുള്ളതാണ്. ഇനി വില കുറയുന്നത് എന്തിനെല്ലാമാണ് എന്ന് നമുക്ക് ഒന്ന് നോക്കാം. അതായത് പ്രമേഹ മരുന്നുകൾക്ക് വില കുറയും, ക്യാൻസർ മരുന്നുകൾക്ക് വില കുറയും, EV ബാറ്ററികൾ, സീ ഫുഡ്, മൈക്രോവേവ് ഓവൻ, ലെതർ ചെരുപ്പ്, സോളാർ പാനൽ, കായിക ഉപകരണങ്ങൾ, ഇവയ്ക്കൊക്കെ വില കുറയും എന്നുള്ളതാണ് ഇന്ന് പറഞ്ഞത്. വില കൂടുന്നത് പ്രധാനമായും 2 കാര്യങ്ങൾക്കാണ് വില കൂടുന്നത് എന്നുള്ളതാണ്. അത് ലഹരി വസ്തുക്കളാണ്. അതായത് സിഗരറ്റിനും മദ്യത്തിനും വില കൂടും എന്നുള്ള കാര്യവും പറയുന്നുണ്ട്. ഇനി പല നികുതി കുറയും പല കാര്യങ്ങൾക്കും എന്നുള്ള കാര്യം കൂടി ഇന്ന് ധനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം എന്ന് പറയുന്നത് വിദേശയാത്രാ നികുതി കുറയും, വാഹനാപകട നഷ്ടപരിഹാരത്തിനുള്ള ഇൻഷുറൻസ് നികുതി കുറയും, മത്സ്യ തുണി കയറ്റുമതി നികുതിയും കുറയും എന്നുള്ളതാണ് ഇന്ന് ധനമന്ത്രി പറഞ്ഞത്. പിന്നീട് നികുതി കുറയുന്ന മറ്റ് ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് അത് 17 മരുന്നുകളുടെ നികുതി കുറയും എന്ന് പറയുന്നുണ്ട്. മെഡിക്കൽ വിദ്യാഭ്യാസ നികുതിയും കുറയും. ഇക്കാര്യങ്ങളിലൊക്കെ നികുതി കുറയും എന്നുള്ളതാണ് ആകമൊത്തം ഇന്ന് ധനമന്ത്രി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇത്രയുമാണ് ഇന്ന് ഈ ഒരു 1.5 മണിക്കൂർ നീണ്ടുനിന്ന ബജറ്റ് പ്രഖ്യാപന പ്രസംഗത്തിന്റെ ആകമൊത്തമുള്ള ഒരു ഉള്ളടക്കം എന്നുള്ളതാണ്. കേരളത്തെ സംബന്ധിച്ച് വലിയ നിരാശയാണ്